Good morning, children. So this is your maths class. Today we will study our next session. So here we will study rounding numbers. What's meant by rounding numbers? Rounding numbers എന്താണെന്നറിയോ? You already studied in the third standard. Third standard കുറച്ച് പഠിച്ചിട്ടുണ്ട്. Okay. So rounding numbers means if you are not studying in third standard, here you will study. Okay. Third standard പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഈ വർഷം അത് പഠിക്കും. ഓക്കെ. സോ ദിസ് ഇസ് റൗണ്ടിങ് നമ്പേഴ്സ്. റൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മളോട് ചോദിക്കുക അവിടെ എത്ര പേരുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്? നമുക്ക് കറക്റ്റ് കണക്കറിയാൻ പറ്റുമോ? ഇത്ര പേര് അവിടെ വന്നു നമ്മൾ പറയുമോ? ഇല്ല. സോ വി വിൽ സേ ഏകദേശം, അതായത് ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ 10,200 പേര് 500 പേര് ഓളം ഉണ്ടായിരുന്നു നമ്മൾ പറയും അല്ലേ. We predicted, we estimating how many people are there അല്ലേ. നമ്മൾ ഇത്ര പേര് കറക്റ്റ് നമുക്ക് പറയാൻ അറിയില്ല, അപ്പം നമ്മൾ പറയും ഏകദേശം ഇത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏകദേശം ഒരു 100 അല്ലെ 500 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ പറയും. ഓക്കെ. സോ എസ്റ്റിമേഷൻ, റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് മീൻസ് എസ്റ്റിമേറ്റ് ദ നമ്പേഴ്സ്. നമ്മൾ ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് പറയും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഓക്കെ. Children, it's your learning outcome. The learner can round off numbers to the nearest tens, hundreds and thousands. So after this session, students can round off numbers, or you can estimate the numbers nearest to tens, hundreds and thousands. Okay. So after this section, you can estimate nearest tens, hundreds and thousands of numbers. Okay. Children, so let's we start. Here rounding numbers to the nearest 10. So in this session we studied rounding number. So first is rounding numbers to the nearest 10. So using examples I will show you how to round numbers nearest to 10. So here our first question, round 1362 to the nearest 10. Okay. So if the question is nearest 10, first you listen this number. That number 10th place number you circle, because we want to find rounding numbers nearest to 10. അതായത് നിയറസ്റ്റ് 10ലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് ആ നിയറസ്റ്റ് 10, അതായത് 10th പ്ലേസിലെ നമ്പർ അങ്ങ് സർക്കിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ 1st പ്ലേസ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ബാക്കി ഈ നമ്പേഴ്സ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ 1st പ്ലേസ് ഡിജിറ്റ്സ് നോക്കുക. ഓക്കെ. സോ ദിസ് ഈസ് നമ്പർ ലൈൻ. ഓക്കെ. ഫസ്റ്റ് യു ഫൈൻഡ് this is the 10th place number that is circling. Then you find ഏതൊക്കെ നമ്പർ, അതായത് വിച്ച് ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ ദിസ് നമ്പർ ഇൻക്ലൂഡിങ്, അതായത് ഏതൊക്കെ രണ്ട് നമ്പറിൻ്റെ ഇടയ്ക്കായിരിക്കും 1362 വരുന്നത്. അതായത് 10th പ്ലേസിലെ നമ്പർ 6 അല്ലേ, അപ്പം 62 ഏതൊക്കെ നമ്പറിന് ഇടയ്ക്ക് വരുന്നത്? 60ക്കും, അതായത് 60ക്കും 70ക്കും അല്ലേ. 60ക്കും 70ക്കും ഇടയ്ക്കാണ് 62 വരുന്നത് അല്ലേ. നമ്മൾ ഈ രണ്ട് ടെൻസിനെ മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് നിയറസ്റ്റ് 10ലായതുകൊണ്ട് ഈ 62നെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 1360ക്കും 1370ക്കും ഇടയ്ക്കായിരിക്കും ഈ നമ്പർ വരുന്നത്. ഓക്കെ. ഇനി ആ രണ്ട് നമ്പറും ബിറ്റ്വീൻ ദാറ്റ് നമ്പേഴ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മിഡ് പോയിന്റ്, അതായത് നടുക്ക്, അതിൻ്റെ രണ്ട് നടുക്ക് ഏതായിരിക്കും നമ്പർ വരുന്നത്? 60ക്കും 70ക്കും നടുക്ക് ഏതാ വരുന്നത്? 65 അല്ലേ. ആ 65 അങ്ങ് എഴുതി വെച്ചേക്കുക. ഓക്കെ. Then you mark 60, next is 61, 62, 63, 64, 65 up to 70. So 62 is where? This is 62. 1362 is here. കണ്ടോ? 1360 കഴിഞ്ഞാൽ 61, 1362 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നോക്കിയേ, ദിസ് ഈസ് അവർ ലോവർ 10, അതായത് താഴത്തുള്ളത്. അതായത് ടെൻസിലാണ് നമ്മൾ എടുക്കുന്നത്, നിയറസ്റ്റ് 10ലായതുകൊണ്ട് ലോവർ 10 എന്നാണ് ഇതിന് പറയുന്നത്. Then this is our upper 10. നോക്കിയേ, upper 10, അതായത് this 62 is nearer to which number? ലോവർ 10നോട് അടുത്താണോ കിടക്കുന്നത്, അപ്പർ 10ന് അടുത്താണോ കിടക്കുന്നത്? നോക്കിയേ, ലോവർ 10ൻ്റെ തൊട്ടടുത്തല്ലേ കിടക്കുന്നത്. സോ
1362 is nearer to 1360. അതുകൊണ്ട് that is rounded up to which number? 1360. 1360. For second question, round 46,786 to the nearest 10. So here first circle tens place number because nearest to 10. നമുക്ക് nearest to 10 ആയതുകൊണ്ടാണ് നമ്മൾ tens place സർക്കിൾ ചെയ്യുന്നത് കേട്ടോ. സോ ഇനി നോക്കുക 86 ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ഇടയിലാണ് വരുന്നത്? അതായത് 80ക്കും 90ക്കും അല്ലേ? 90ക്കും 80ക്കും ഇടയിലാണ് 86. ബാക്കി അതേ നമ്പേഴ്സ് അതുപോലെ എഴുതുക, 80 and 90. And അതിൻ്റെ മിഡ് പോയിന്റ് ഏതായിരിക്കും? 80യുടെ 90യുടെ മിഡ് പോയിന്റ് 85. സോ 46,785 is the mid point. ഇനി നോക്കി 786 എവിടെ വരുന്നത്? 85. നെക്സ്റ്റ് ഈസ് 86. നോക്കി, ദിസ് ഇസ് ആഫ്റ്റർ ദിസ് മിഡ് പോയിന്റ്, അതായത് മിഡ് പോയിന്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മുടെ മുമ്പത്തെ നമ്പർ എവിടെ വരുന്നത്? മിഡ് പോയിന്റിന് മുമ്പാണ്, അതായത് 65ന് മുമ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതിനോട് അപ്രോക്സിമേറ്റ് ചെയ്തു? ലോവർ ടെന്നിനോട്, അതായത് ഇവിടെ കിടക്കുന്ന നമ്പറിനോടാണ് അപ്രോക്സിമേറ്റ് ചെയ്തത്. ഇനി നോക്കിയേ, ഇത് ഇവിടെ നിൽക്കുന്നത് എബവ് മിഡ് പോയിന്റ്, അതായത് മിഡ് പോയിന്റ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതായത് മിഡ് പോയിന്റ് കഴിഞ്ഞിട്ടോ ഉള്ള നമ്പർ ആണെങ്കിൽ ഏതിനോട് വേണം നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാൻ? യെസ്, അപ്പർ ടെന്നിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ദാറ്റ് ഈസ് 46,786 ഈസ് നിയറർ ടു 46,790. ദാറ്റ് ഈസ് അപ്പർ ടെൻ. ലോവർ ടെന്നിലല്ല, അപ്പർ ടെന്നിൽ വേണം. ബിക്കോസ് ദിസ് ഇസ് എബവ് ദ മിഡ് പോയിന്റ്, അതായത് മിഡ് പോയിന്റോ അല്ലെങ്കിൽ മിഡ് പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സോ ആണെങ്കിൽ അപ്പർ ടെന്നുമായിട്ട് വേണം റൗണ്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മിഡ് പോയിന്റിന് മുമ്പ് വരുന്നത്, അതായത് ഈ ഇത്രയും നമ്പേഴ്സ് ഇങ്ങോട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അതെല്ലാം ഇവിടെ വരും, ലോവർ ടെന്നിലോട് റൗണ്ട് ഓഫ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ്? Children, next is rounding numbers nearest to the 100. Okay, rounding numbers nearest 100 is our next one. So here the first question, round 7,642 to the nearest 100. So here we want to round up the numbers in 100, nearest 100. So what we'll do first? Yes, first you circle the 100 place number. Okay, 100 place number you circle, then look at this tens place number. Okay, so first you find between which two numbers this number is lying. ഏതൊക്കെ രണ്ട് നമ്പറിൻ്റെ ഇടയിലാണ് ഈ നമ്പർ സിറ്റുവേറ്റ് ചെയ്തതെന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. സോ 7,642 ഈസ് ബിറ്റ്വീൻ വിച്ച് നമ്പർ? 642. നമ്മൾ 100 പ്ലേസിൽ നിയറസ്റ്റ് ടു 100 ഈസ് ഫൈൻഡിങ്. സോ 642 ഈസ് ലൈസ് ബിറ്റ്വീൻ വിച്ച് ഓൾ നമ്പേഴ്സ്? 600 and 700. 600 and 700, അതായത് 600നും 700നും ഇടയ്ക്കാണ് 642. ഓക്കെ, സോ 7,600 between 7,600 and 7,700 is 7,642. So midpoint of 600 and 700, 600 and 700 midpoint ഏതാ? 650. ഹൺഡ്രഡ്സിൽ കണ്ടുപിടിക്കുമ്പോൾ 100 പ്ലേസ് നമ്പറിൽ വേണം നമ്മൾ നോക്കാൻ. സോ 650 is our midpoint. Then 642, where is it waiting? This is 7,600. 10, 7,620, 7,630, 7,640. So 42 is here. So that is before the midpoint, the midpoint in mumba. So that number is nearest to which one? Yes, lower 100, not lower 10. This is lower 100. So because midpoint before the midpoint, the number is on the before the midpoint, then that number is nearer to lower 100 and estimated near rounding up to lower 100, that is 7,600. മനസ്സിലായല്ലോ? അതായത് മിഡ് പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ഏതിനോട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം? അപ്പർ 100നോട്, അതായത് 7,700. ഇവിടെ 7,642, അതായത് 4 നോക്കുക. 4 കണ്ടോ? 4 എന്ന് പറഞ്ഞാൽ 5നേക്കഴിഞ്ഞ് ചെറിയ നമ്പറാണ്. അതുകൊണ്ട് അതായത് നമ്മൾ ഹൺഡ്രഡ്സിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് 100 പ്ലേസ് സർക്കിൾ ചെയ്യുക, ദെൻ ടെൻസ് പ്ലേസിലെ നമ്പർ നോക്കുക. ടെൻസ് പ്ലേസിലെ നമ്പർ അതായത് 5നേക്കഴിഞ്ഞ് ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് 100 പ്ലേസിൽ നമ്പർ സർക്കിൾ ചെയ്തിട്ട് ടെൻസ് പ്ലേസിലെ നമ്പേഴ്സ് 5നേക്കഴിഞ്ഞ് ചെറുതാണെങ്കിൽ ലോവർ 100ലായിരിക്കും.
നിയറസ്റ്റ്, അതായത് റൗണ്ടിങ് ചെയ്യേണ്ടത്. അതായത് അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 5ൽ കൂടുതലാണെങ്കിൽ അപ്പർ 100ൽ വേണം റൗണ്ട് ഓഫ് ചെയ്യാൻ. സോ വൺ എക്സാമ്പിൾ 36,750. This is another example. Here look at this 100 place number we are circling because rounded up to 100ലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് 700 ചെയ്തു, 7 സർക്കിൾ ചെയ്തു. സോ 750 ലൈസ് ബിറ്റ്വീൻ ഏതൊക്കെ നമ്പേഴ്സിനിടയ്ക്കാണ് 750 വരേണ്ടത്, ബാക്കി നമ്പർ അതുപോലെ എഴുതുക. 700നും 800നും അല്ലേ. സോ 750 ഈസ് ദ മിഡ് പോയിന്റ്, അതിൻ്റെ മിഡ് പോയിന്റ് തന്നെയാണ് അത്. അതായത് മിഡ് പോയിന്റോ അതിൽ കൂടുതലോ ആയിരുന്നെങ്കിൽ വരുന്നതെങ്കിൽ നമ്മൾ ഏതിനോട് വേണം റൗണ്ട് ചെയ്യാൻ, അപ്പർ 100നോട്. അണ്ടർസ്റ്റാൻഡ്? സോ ദിസ് ഇസ് റൗണ്ടഡ് അപ്പ് ടു 36,800, അതായത് 750 അപ്പർ പോയിന്റ്, അതായത് മിഡ് പോയിന്റ് ആണ്. അണ്ടർസ്റ്റാൻഡ്? Then rounding numbers to the nearest 1000. Next is rounding numbers to the nearest 1000. Here also what we'll do first is we do thousands place number circle. Then look at this 100 place digit. If 100 place digit is above midpoint, അതായത് ഇവിടെ 8 അല്ല, നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കുക ഇതിൻ്റെ നിയറസ്റ്റ്, അതായത് റൗണ്ടിങ് ഓഫ് ഏത് നമ്പർ ആണെന്ന്. ഫസ്റ്റ് 1000 പ്ലേസിലെ നമ്പർ സർക്കിൾ ചെയ്യുക. സോ 100 പ്ലേസ് നമ്പർ എബവ് മിഡ് പോയിന്റ്, അതായത് 5നെ കഴിഞ്ഞും കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഏതിലായിരിക്കും, അപ്പർ 1000ലായിരിക്കും റൗണ്ട് ചെയ്യേണ്ടത്. സോ ഇത് ഏത് നമ്പറിനൊക്കെ ഇടയ്ക്ക് വരും, 2000, അതായത് 2000നും 3000നും ഇടയ്ക്ക് വരുന്ന നമ്പറാണ്. അപ്പം ഇത് ഏതിനോടായിരിക്കും നിയറസ്റ്റ്? 12,840 is nearest to 13,000. 13,000 അല്ലേ ഇതിൻ്റെ അപ്പർ 1000. നോക്കി, ഇത് മിഡ് പോയിന്റ്, ഇത് ലോവർ 1000. നോക്കി 12,840 എവിടെ വരുന്നത്, 13,000ൻ്റെ അടുത്ത് വരും. അതായത് 8 എന്ന് പറഞ്ഞാൽ 5ൽ കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ തൗസൻഡ്സിൽ നിയറസ്റ്റ് ചെയ്യുമ്പോൾ തൗസൻഡ്സ് പ്ലേസ് സർക്കിൾ ചെയ്തിട്ട് 100 പ്ലേസിലെ നമ്പർ നോക്കുക. അത് 5ന് എബവ് അല്ലെങ്കിൽ 5 ആണെങ്കിൽ അപ്പർ 1000ലായിരിക്കും, അല്ലെങ്കിൽ അപ്പർ 1000ലായിരിക്കും റൗണ്ട് ചെയ്യേണ്ടത്. അതായത് 100 പ്ലേസിലെ നമ്പർ 5ൽ താഴേക്കാണെങ്കിൽ ഏതായിരിക്കും, നിയറർ ടു ലോവർ 1000. മനസ്സിലായല്ലോ? തൗസൻഡ്സിൽ നോക്കുമ്പോൾ തൗസൻഡ്സ് സർക്കിൾ ചെയ്യുക, 100 പ്ലേസിലെ നമ്പർ നോക്കുക. ഇനി 100 നിയറസ്റ്റ് ടു 100 നോക്കേണ്ടതെങ്കിൽ 100 സർക്കിൾ ചെയ്യുക, 10th പ്ലേസിലെ നമ്പർ നോക്കുക. 5ൽ എബോവ് ആണെങ്കിൽ അത് അപ്പർ 100 ആയിരിക്കും, 5ൽ താഴെയാണെങ്കിൽ ലോവർ 100 ആയിരിക്കും. ഇനി നിയറസ്റ്റ് 10 ആണെങ്കിൽ എന്ത് ചെയ്യണം, 10th പ്ലേസിലെ ഡിജിറ്റ് സർക്കിൾ ചെയ്യുക, 1st പ്ലേസിലെ നമ്പർ നോക്കുക. 1st പ്ലേസ് ഈസ് എബവ് 5 മിഡ് പോയിന്റ്, then that is upper 10, and below midpoint then that is lower 10. Understand? Near rounding of numbers. Okay. Look children, in your textbook that's given, that method is given, rounding of a number to the nearest 10. നോക്കി, നിയറസ്റ്റ് 10 ആണെങ്കിൽ ലുക്ക് അറ്റ് ദി വൺസ് ഡിജിറ്റ്, അതായത് 10th പ്ലേസിലെ നമ്പർ സർക്കിൾ ചെയ്യുക, വൺസ് ഡിജിറ്റ് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് 0, 1, 2, 3 or 4, റൗണ്ട് ഡൗൺ ടു ദ ലോവർ 10. കണ്ടോ? നോക്കി, 10th പ്ലേസിലെ നമ്പർ സർക്കിൾ ചെയ്യുക. അപ്പോൾ വൺസ് പ്ലേസിൽ ഡിജിറ്റ് നോക്കുക. വൺസ് പ്ലേസിൽ 4 അല്ലേ ഇവിടെ. സോ 4 ആയതുകൊണ്ട് അത് 5നെ കഴിഞ്ഞും ചെറുതാണ്. സോ ലോവർ 10ലോട് നമ്മൾ റൗണ്ട് ചെയ്തു. ഇനി 5, 6, 7, 8, 9, അതായത് 5ൽ എബോവ് ആണെങ്കിൽ അപ്പർ 10ലോട് വേണം നമ്മൾ റൗണ്ട് ചെയ്യാൻ. നോക്കി, 19 വന്നിരിക്കുന്നത്. അപ്പോൾ 10th പ്ലേസിലെ നമ്പർ 1 ആണ്. അപ്പോൾ നോക്കിയ വൺസ് ഡിജിറ്റ് 9. അപ്പോൾ അത് ഏതായിരിക്കും, അപ്പർ 10, അതായത് 5020. ഫസ്റ്റ് നിങ്ങൾ ഏതൊക്കെ നമ്പേഴ്സിന് ബിറ്റ്വീൻ ആണെന്ന് ആ നമ്പർ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് find out which nearest to which one we want to find, then circle that number, then ones place you consider, then 10th digit consider, 100th digit consider. Okay, so this is that method, rules of rounding numbers nearest to 100, 1000 and 10. These are the rules given. Okay, you can see this. Okay, this is the rules for rounding numbers. Understand? Children, it's your notebook corner. So in your notebook you write rules of round of numbers. Okay, what are the rules we studied for rounding of numbers? These are the rules given. So this is already given on the textbook also. If you want extra note,
that using number line how to round off the numbers, that also I am attached in your class news. You can refer that. So this you write in your notebook. Okay children, it's your homework session. So in your worksheet 1C, page number 5, question number 1, 2, 3 is your homework. So this you attach in your assignment section. Okay, this homework, this worksheet page you attach with your assignment section. So what all points we discussed today? Yes, rounding off numbers to the nearest 10, 100 and 1000 we studied in this session. I think all of you understand. If you have any doubt, you can ask also. Okay Children, I think all of you understand today's session. So next session we will study about Roman numerals. Okay, അപ്പോൾ അടുത്ത സെക്ഷനിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? Roman numerals. So I think all of you understand. Thank you all of you.